ഡബ്ല്യു മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രീത. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വ്യത്യസ്ത കലാകാരിയാണ്. ഒരു പാടുക എന്ന് പറയുന്നത് അത്ഭുതമായ ഒരു കഴിവ് തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അതിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു സ്ഥാനം എടുത്തുകൊണ്ട് ഫാമിലിയെ നോക്കി, അതായത് ഗൾഫ് നാട്, വിദേശത്ത് ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു പദവി കിട്ടുക അതിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തുകൊണ്ടുപോകുന്ന ഒരു കലാകാരിയെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നതിന് വളരെയധികം സന്തോഷം. റിനി ടീച്ചർ കൊല്ലത്ത് നിന്നാണ്. നമുക്ക് ടീച്ചറെ നേരിട്ട് പരിചയപ്പെടാം. ടീച്ചർ, അപ്പൊ വളരെ സന്തോഷം. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു കലാകാരി ആയതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ആർട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചെയ്യുന്ന ഒരു കലാകാരിയെ കണ്ടാൽ വളരെ വളരെ സന്തോഷമുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. സോ ടീച്ചർ എങ്ങനെയാണ് ഈ മ്യൂസിക്കൽ ഫീൽഡിൽ എത്തിയത്? ജന്മന എന്തായാലും ഒരു സിദ്ധി ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് അറിയാം. സോ വെൽക്കം ടീച്ചർ. താങ്ക് യു. ജന്മന സിദ്ധി ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. അപ്പം അത് കണ്ടിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു പാട്ട് പഠിപ്പിക്കാൻ വിടും. അപ്പം പണ്ട് ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും അവൈലബിൾ അല്ല, ദൂരെയൊക്കെ പോകണം പഠിപ്പിക്കാൻ. പിന്നെ ചില ആൾക്കാരുള്ള വീട്ടിൽ ഒന്ന് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതില് ഒരു 4th സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് ശ്രീ ത്യാഗരാജ കലാലയം, എൻ്റെ സ്ഥലം പുനലൂരാണ്, കൊല്ലം പുനലൂരാണ്. അപ്പം അവിടെ പോയി ക്ലാസ് തുടങ്ങി. അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. 10th ആയപ്പോ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഹയർ ലോവർ എഴുതിയെടുത്തു. പിന്നെ ഡിഗ്രി മ്യൂസിക്കിൽ തന്നെ. പാടിക്കൊണ്ട് നടക്കുമായിരുന്നു കുഞ്ഞുനാൾ മുതലേ? പാടിക്കൊണ്ട് നടക്കുമായിരുന്നു, പാടുമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്തായാലും നമുക്കൊരു പാട്ടുകാരിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ ഒരു പാട്ട് പ്രതീക്ഷിക്കും. നമുക്ക് ഒരു നല്ലൊരു പാട്ട് തന്നെ തുടങ്ങിയാലോ? അതിനതാ ശരി, ആയിക്കോട്ടെ. മംഗളങ്ങളരുളും മഴനീർ കളങ്ങളേ ശാന്തമായി തലോടും കുളിർ കാറ്റിനീടവേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം കാണാ മറന്നു പോ. ഒന്നും പറയാനില്ല. അവാർഡുകളൊക്കെ എന്തെങ്കിലും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവാർഡുകൾ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പുറത്തു പോയി അങ്ങനെ ഫിലിംസിനോ അങ്ങനെയൊന്നും പാടിയിട്ടില്ല. പിന്നെ ഇവിടെയുള്ള കുറച്ച് സംഘടനകളൊക്കെ അങ്ങനെയുള്ള അവാർഡുകളൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാല് പോവാറുണ്ട്. പിന്നെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ആസ് യൂഷ്വൽ പ്രോഗ്രാംസ് കുറെ ഇവിടെ വന്ന വർഷം തൊട്ട്, ഞാൻ ദുബൈയിൽ വന്നിട്ട് 10-12 വർഷമായി, വന്നു തൊട്ടേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? സംഗീത കർണാടക മ്യൂസിക് ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പഠിച്ചതും അത് തന്നെയാണ്, ഇഷ്ടവും അതിനോട് തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഫിലിം സോങ്സ് പാടാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഗാനമേളകളും ചെയ്യാറുണ്ട്. കർണാടക മ്യൂസിക്കിലെ ഒരു 4 വരി നമുക്ക് വേണ്ടി പാടാമോ? പിന്നെന്താ? യശോദ എന്നതവം ചെയ്തനീ യശോദ എങ്കുന്നിലേ പരബ്രഹ്മം അമ്മ എന്നയ്ക്ക് എന്നതവം ചെയ്തനീ എന്നതവം ചെയ്തനീ. അമ്മാന്നൊക്കെ ഉള്ളൊരു വിളി വന്നപ്പോ കുളിരു കോരി. എന്തൊരു വോയിസ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതിനേക്കാളും സന്തോഷമുള്ള ഒരു കാര്യം, ഞങ്ങൾ ചിലങ്ക എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡിയോ ചിലങ്ക എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടുത്തെ 2ാമത്തെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കിസൈസിൽ വെച്ചിട്ടാണ്. അവിടുത്തെ തന്നെ സ്വന്തം ടീച്ചറിനെ കൂടെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇന്നത്തെ ഇന്റർവ്യൂ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂലേക്ക് കടക്കാം. ഫാമിലിയും എങ്ങനെയാണ് ഒത്തു കൊണ്ടുപോകുന്നത്? ഫാമിലി ശരിക്കും ഇപ്പൊ നാട്ടിലാണ്. പിന്നെ നാട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഇപ്പം നമ്മള് ആസ് യൂഷ്വൽ നമ്മൾക്ക് വീട്ടുജോലിയും എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ലേഡീസിന് പ്രത്യേക കഴിവുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പ്രാക്ടീസ് ആണെങ്കിലും എന്റെ ഹസ്ബൻഡ് മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പം അത് കാരണം പ്രാക്ടീസിനും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. കുഴപ്പമില്ലാതെ കുട്ടികളും അതിനോട് നമ്മുടെ അടുത്ത് നമുക്ക് ഇന്നതാണ് ജോലി, ഇന്നതാണ് പാഷൻ എന്നറിയാവുന്നതുകൊണ്ട് കുട്ടികളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പം എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്? അപ്പം ഫിലിം സോങ്സ് ആരും ചോദിച്ചു വരാറില്ലല്ലോ. എന്തായാലും സംഗീതത്തിനെ കുറിച്ചിട്ട്
ബേസിക് ആയിരിക്കുമല്ലോ പഠിപ്പിക്കുന്നത്? അല്ല, രണ്ടും ഉണ്ട്. ഇപ്പൊ യുഎയില് കൂടുതലും സ്റ്റേജ് പ്രോഗ്രാംസ്, സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ കുട്ടികള് അവർക്ക് പ്രിഫറൻസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ബേസിക്സ് ക്ലാസിക്കൽ മ്യൂസിക് തന്നെ. പിന്നെ അതിനോട് കൂടി തന്നെ നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയവും അവര് ഒരിക്കലും ഇരിക്കാറില്ല. നമ്മൾ ലൈറ്റ് മ്യൂസിക്, ഫിലിം സോങ്സ് കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കും. അങ്ങനെയാ ചെയ്യാറ്. അവർ ഏത് ടൈപ്പിലാണ്? ഇപ്പൊ സ്കൂളിലാണെങ്കിൽ തന്നെ ഏത് ടൈപ്പാണ്? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് വുഡ്ലംഡ് സ്കൂളിലാണ്. പക്ഷെ അവിടെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹിന്ദി സോങ്സ് പോലും പഠിപ്പിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ഇംഗ്ലീഷ് സോങ്സ് ആണ് പഠിപ്പിക്കാറ്. ഇംഗ്ലീഷ് സോങ്സ് ആണ് പഠിപ്പിക്കാറ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളെ അവിടുന്ന് നമുക്ക് ഇവിടെ കുറെ മത്സരങ്ങളുണ്ട്. ദുബൈയിൽ തന്നെ കുറെ മത്സരങ്ങളുണ്ട്. അപ്പൊ മത്സരങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ട്. ലൈറ്റ് മ്യൂസിക്, ഫിലിം സോങ്സ്. ലൈറ്റ് മ്യൂസിക്കിലെ ഒരു പാട്ടൊന്ന്, ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മള്. അത്രമേലെന്നും നിലാവിനെ സ്നേഹിച്ചു രഞ്ജിത പൂവിനും മൗനം, പാതിരാ കാറ്റിന്റെ ചുംബന പാടുള്ള ഹേമന്തരാവിനും മൗനം, സുഖമുള്ള മൗനം അഴകുള്ള മൗനം, 1000 ചിറകുള്ള മൗനം. കുറെ നാളായി ഒരു ലൈറ്റ് മ്യൂസിക് കേട്ടിട്ട് തന്നെ. മുന്നേ ഏറ്റവും ഇഷ്ടമുള്ളത് ലൈറ്റ് മ്യൂസിക് ആണ്. അതില് വേറെ ഒരു ലൈറ്റ് മ്യൂസിക് കൂടെ നമുക്ക് വേണ്ടിട്ട്. വേറെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റ് മ്യൂസിക് ഏറ്റവും എനിക്ക് തോന്നുന്ന ഒരു പണ്ട് ദൂരദർശനിലെ വ്യത്യസ്തമായ ഒരുപാട് വരുമായിരുന്നു. അതിൽ നിന്ന് ഒരു ഒരെണ്ണം സെലക്ട് ചെയ്തൊന്ന് പാടാം. ഇപ്പൊ ഞാൻ പാടിയത് അത്രമേലൊന്നും ശരിക്കും ദൂരദർശനിൽ തന്നെ കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു അഴകനന്ദാ തീരം അരുണ സന്ധ്യാനേരം പൗർണമി പോലെ കന്യകയോ കന്യകയോ നൊസ്റ്റാൾജിയ കൂടെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദൂരദർശനിലെ ഒരു സമയത്ത് കാണുന്നവർക്ക് അറിയാം ഇതുപോലുള്ള വേദഗാനങ്ങളാണ് കൂടുതൽ. ഭയങ്കര സന്തോഷം. ഫിലിം സോങ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നമുക്ക് മലയാളത്തിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഫിലിം സോങ്സ് കുറേ ഉണ്ട് ശരിക്കും. ഇപ്പം ലതിക ടീച്ചറിന്റെ പാട്ടുകള് കാതോട് കാതോരം തീഞ്ചോരമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ, ചിത്രാമ്മയുടെ പാട്ടുകള്. ഇതിപ്പം ടീച്ചറിന്റെ പാട്ടുകളാണ്. ജാനകി അമ്മയുടെ പാട്ടുകള് എല്ലാം ഒന്നിനൊന്നിനെ മെച്ചം എന്ന് പറയുന്നത്. വേറൊരു ഗാനത്തിലേക്ക് നമുക്ക് കിടക്കാം. വാതിൽ പഴുതിയിലൂടെ മുന്നേ കുങ്കുമം മാറിവരും പ്രസന്ധ്യ പോകെ അതിലോലമിൻ കളമധുരമാം കാലൊച്ച് കേട്ടു, മധുരമാം കാലൊച്ച് കേട്ടു. ഫേസ്ബുക്കിലൊക്കെ പാടാറുണ്ടോ? ഫേസ്ബുക്കില് നമ്മളെ ശരിക്കും പറഞ്ഞാൽ കോവിഡ് ടൈമില് കുറേ ലൈവ് കുറേ ചെയ്യാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഡെയിലി ബേസിസിലായിരുന്നു നമുക്ക്. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയില്ലായിരുന്നു. നമ്മുടെ ഒരുപാട് കുറയ്ക്കാനും അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് പോയിരുന്നു. ഒരുപാട് കലാകാരന്മാർ പുറത്തു വന്നൊരു സമയമാണ് ശരിക്കും കൊറോണ സമയം എന്ന് പറയാം. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ആ ഗാനം വേണം, ഈ ഗാനം വേണം? തീർച്ചയായിട്ടും ഒത്തിരി പാട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇവിടെ MMC അങ്ങനെയുള്ളൊരു പറയാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് ചിലപ്പം 2 വരി വെച്ചായിരിക്കും നമുക്ക് അത്രയൊക്കെയല്ലേ പാടാൻ പറ്റുള്ളൂ ലൈവ് ആവുമ്പോൾ. അപ്പൊ എന്നാലും കുറെ പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഏത് പാട്ടായിരിക്കും? അങ്ങനെയല്ല, എന്നാലും എങ്കിലും ചിത്രാമ്മയുടെ പാട്ടുകൾ കൂടുതൽ ചോദിക്കാറുണ്ട്. ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ കൂടുതൽ. എന്നെ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ മാസ്റ്റർ പീസ് ആയി തോന്നുന്ന ഒരു ഗാനം നമുക്ക് കേട്ടാലോ? പിന്നെന്താ, കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാ
കാറ്റിൽ ഇളം കാറ്റിൽ. ഗാനമേളയ്ക്കൊക്കെ പോകാറുണ്ടോ? ഗാനമേളയ്ക്ക് പോവാറുണ്ട്. ഇവിടെ പ്രോഗ്രാംസ് ഇവിടെ നാട്ടിലങ്ങനെ പോവാറില്ലായിരുന്നു. നാട്ടില് കൂടുതലും കച്ചേരി, ഭജൻസ് അങ്ങനെ ചെയ്യാറുണ്ട്. ഭജൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭജൻ എന്ന് കേട്ടുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു 4 വരി ഭജന കൂടെ കേട്ടാലോ? പിന്നെന്താ. കൃഷ്ണ ഗോവിന്ദ ഗോപാല ശ്രീകൃഷ്ണ ഗോവിന്ദ ഗോപാല ഹരി ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോപാല ഹരി ഗോവിന്ദ ഗോവിന്ദ ഗോപാല ശ്രീകൃഷ്ണ ഗോവിന്ദ മുരളീ മനോഹര ഗോകുല നന്ദന ഗോപാല. ഒന്നും പറയാനില്ല. ഓരോ പാട്ടുകൾ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്, മികച്ചത് തന്നെയാണ്. ഹിന്ദി പാട്ടുകളോ തമിഴ് പാട്ടുകളോ ഒക്കെ പാടാറുണ്ടോ? ഹിന്ദിയും തമിഴും പാടാറുണ്ട്. തമിഴാണ് കൂടുതൽ പാടാറുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് തമിഴിൽ തന്നെ ഒരു 2-3 ഗാനങ്ങൾ എന്തായാലും നമുക്ക് കേൾക്കണം. പിന്നെ നമുക്കൊന്ന് കേൾക്കാം. കണ്ണെ നീറ്റോട് കാണവില്ലേ என் கண்களை பறித்துக்கொண்டு ஏன் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானும் உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே மணி தீரவள் என்னவோ கண்ணாலே இனது கண்ணை நேற்றோடு കാണവില്ലേ. ഒന്നും പറയാനില്ല. എനിക്ക് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ കുഞ്ഞുനാൾ മുതലേ ഇതുവരെ ഇതൊരു പ്രൊഫഷനായി കൊണ്ടുവരികയാണ്. സോ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതായത് നമ്മൾ ഇത്രയും ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തണുത്തത് കഴിക്കാൻ പാടില്ല, തൈര് കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുന്നുണ്ടോ അതോ അങ്ങനെയൊന്നും ഇല്ല? എങ്ങനെയാണ്? അല്ല, നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ബോഡിക്ക് അനുസരിച്ചാണ് നമ്മുടെ ത്രോട്ടിന് എന്ത് യൂസ് ചെയ്യാമെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടും പാടാം, ചില ആൾക്കാർക്ക് തണുത്ത് കഴിച്ചാലും പാടാം, ചിലപ്പം ഒത്തിരി ചൂട് കഴിച്ചാൽ പാടാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം എപ്പോഴും ബേസിക്കലി നമ്മൾ തന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എനിക്ക് തണുത്തത് പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ തൈര് കഴിക്കുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊന്നും മൺസിനെ ബ്ലൂ മൂൺ എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കഴിക്കാറ് എപ്പോഴെങ്കിലും. വേറെ തൈറോയ്ഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സിംഗേഴ്സിന് ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള, അത് പെട്ടെന്ന് ഒരു സുപ്രഭാതം, ഞാൻ അതിലൊരാളാണ്, ഞാനൊരു പ്രൊഫഷണൽ സിംഗർ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്നെ തൈറോയ്ഡ് ബാധിച്ചു കഴിഞ്ഞപ്പോ അതിന് മുന്നേ വേൾഡ് റെക്കോർഡ് എടുത്തത്. ആ സമയത്ത് പാടുമായിരുന്നു. അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. നമ്മള് കുറെ പേര് പാടുന്നവരാണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ തൊണ്ടയിൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എങ്ങനെ അതിനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളത്. തൈറോയിഡിനെ കുറിച്ച് എനിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് വോയിസ് പോകാറുണ്ട് എന്ന് പറയുന്നില്ല. അപ്പം അതിനെ ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, ഞാൻ അങ്ങനെ പലർക്കും കേട്ടിട്ടുണ്ട്. വോയിസ് പ്രത്യേകം തെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോയി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അറിയാം. ഇതല്ലാതെ തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതചര്യകൾ എന്ന് പറഞ്ഞാല് നമ്മൾ കൂടുതലും ഈ രജസിക് ഫുഡ്സ് ചില കൂടുതൽ എരിവുകള്, കൂടുതൽ എന്താ പറയാ, ഈ പറയുന്നത് തണുപ്പ് പറ്റത്തില്ലെങ്കിൽ അത് കഴിക്കാണ്ടിരിക്കുക. നമ്മൾക്ക് എന്ത് പറ്റാത്തതോ അത് നമ്മുടെ കഴിക്കാതിരിക്കുക. ചിലവർക്ക് എണ്ണ കഴിക്കും, എനിക്കൊക്കെ എണ്ണ കഴിക്കുമ്പോൾ ഭയങ്കര തൊണ്ട കുത്തല് വരും. ഞാനത് കഴിക്കാറില്ല. ഞാൻ കേക്ക് കഴിക്കാറില്ല. ക്രീം കേക്ക് മീൻസ് ക്രീം ചൊല്ലുമ്പോൾ എന്റെ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് എന്താണെന്ന് കഥ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. പുളി, ഇപ്പം നമ്മുടെ പുളിയില്ലേ, പുളി കഴിക്കുമ്പോൾ തൊണ്ട പ്രശ്നം വരുന്നവരുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ ഇഷ്യൂസ് ഉള്ളത് ഞാൻ അതെല്ലാം കുറയ്ക്കും. ഒരു നല്ല അറിവാണ്. കാരണം ഒരു കഴിവ് കിട്ടില്ലാതെ അത്ര ഈസി അല്ല. അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് അതിലും ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പൊ അത് നിലനിർത്തിക്കൊണ്ട് അത് പ്രൊഫഷൻ ആക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം കൂടെയാണ്. അപ്പം ഈ ഒരു ഭാഗ്യത്തിൽ നമുക്കൊരു ഹിന്ദി സോങ്
ടീച്ചറിന്റെ മാസ്റ്റർ പീസ് തന്നെ ആയിക്കോട്ടെ. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए, तू अब से पहले सितारों में बस रही थी कहीं, तुझे ज़मीं पे बुलाया गया है मेरे लिए. ഷോ ഞാനങ്ങ് ലയിച്ചു കേട്ടോ. ഒരു സ്റ്റാറിനെ താഴെ കൊണ്ടുവന്നു നമുക്ക് വെറുതെ പറഞ്ഞാൽ പോരാ. ഇത്ര മനോഹരമായിരുന്നു. എനിക്ക് പാടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാട്ടാണ്. അത്രയും മനോഹരമായ പാട്ടുകൾ പാടാൻ കഴിയുന്ന ദൈവത്തിനല്ലേ നമുക്ക് ഈ ഒരു കഴിവ് തന്നതിന് 1000 നന്ദി പറയണം. കാരണം ടീച്ചറെ കാണാൻ ഇത് തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ ഉള്ള പാട്ടുകൾ കേൾക്കാനും ഒക്കെ സാധിച്ചത് എനിക്കും അതിലേറെ സന്തോഷം. ടീച്ചറിന്റെ എന്താണ് നെക്സ്റ്റ് ഡ്രീം? എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ? ഡ്രീംസ് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു എന്താ പറയുന്നത്, മരിക്കുന്നത് വരെയും ആ ഒരു കലയിൽ നിന്ന് പോകണം. നല്ല കുട്ടികളെ പഠിപ്പിക്കാൻ, നല്ല കുട്ടികൾ വെച്ചാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എന്നുവെച്ചാൽ നല്ല കുട്ടികൾ ഏറ്റവും നല്ല കുട്ടികളെയല്ല, നമ്മൾ ബഡിങ്സ് തൊട്ട് നല്ല കുട്ടികൾ നമ്മളായിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടീച്ചറായിരുന്നു. റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് അതെ 2 രീതിയുണ്ടല്ലോ. അപ്പം റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളും പിന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങൾ കാണും, ചിലപ്പോൾ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ കാണും. അവരെയൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കുട്ടികളുണ്ട്. അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെ ഒരു കഴിവുണ്ടാവില്ല, പക്ഷെ വീട്ടുകാർക്ക് ഒരു നിർബന്ധം എന്റെ മകളോ മകനോ പാട്ടൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതാണ് അവിടെയാണ് പ്രശ്നം. ഒരു ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനെ. അതുകൊണ്ടാണ് അവരവർക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളിപ്പം ഞാൻ ആസ് എ ടീച്ചർ എനിക്ക് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അതെ, പ്രാക്ടീസ് ചെയ്യണമെന്ന് അവരുടെ കടമയാണ്. അപ്പൊ അതിന് ടീച്ചർ എന്തെങ്കിലും അതിനെ കുറിച്ച് പറയണ്ടോ? അതായത് മിക്കവാറും പാരന്റ്സിന്റെ സ്വപ്നങ്ങൾ മക്കളെ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷെ അത് അവരോട് ചെയ്യുന്നത് നമ്മളോട് ചെയ്യുന്നത് നീതികേടാണ് അല്ലെ? തീർച്ചയായിട്ടും ടീച്ചേഴ്സിനും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ കുട്ടികളിലേക്ക് എത്ര പാട്ടൊക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, കേൾക്കാൻ ഇഷ്ടമല്ല, തൊണ്ട വഴങ്ങി ചിലവരുടെ വരത്തുമില്ല. വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്കും അതൊരു ചില കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയൊരു കഴിവ് കാണും. ചിലപ്പം വിത്ത് പ്രാക്ടീസിലൂടെ അവർ ചിലപ്പം അത് കഷ്ടപ്പെടാതെ ഒന്നും മൈൻഡ് അവർക്ക് തന്നെ ഉണ്ടാവുകയാണ്. ഞാനിപ്പോ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 100 വർഷം പറയാൻ ചിലപ്പോൾ 4ാമത്തെ വർഷം പിള്ളേർക്ക് ദേഷ്യം വരും. അപ്പൊ എന്താ ഈ ടീച്ചർ എപ്പോഴും ഇങ്ങനെ പറയുന്നേ എന്നുള്ളത് പ്രശ്നം വരും. അപ്പം അതാ കുട്ടികളായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവർ സ്വന്തമായിട്ട് തോന്നി പ്രാക്ടീസ് ചെയ്യണം. അതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് അറിവുകൾ ടീച്ചറിൽ നിന്ന് നമുക്ക് കേട്ടു. മാത്രമല്ല ടീച്ചറിന്റെ മികച്ചതായ സോങ്സ് നമ്മളെല്ലാം കേട്ടു. ഇനി ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. ഏറ്റവും മനോഹരമായ ഒരു ഗാനം 4 പേര് പോരാ, കുറച്ച് കൂടുതലായിക്കോട്ടെ. അപ്പൊ നമുക്കൊരു അതിമനോഹരമായ ഗാനത്തോടു കൂടി നമ്മുടെ ഇത്ര മനോഹരമായ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കണമെന്ന് എനിക്കില്ല. ടീച്ചറെ കൊണ്ട് എത്ര പാട്ട് പാടിപ്പിക്കാമോ അത്രയും പാടിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മുടെ സമയപരിധി ഉള്ളത് കൊണ്ട് മാത്രം ജെറി അമൽദേവ് സാറിന്റെ നോക്കത്തെ ദൂരത്തെ കണ്ണുനട്ടിലെ 1000 കണ്ണുമായി മനോഹരമായ ഗാനം, അത് എവർഗ്രീൻ ഹിറ്റാണ്. സോ അതിൽ നിന്ന് ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടെയാണ്. ടീച്ചർക്ക് അത് പാടാൻ പറ്റും തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. ഞാൻ ചിത്ര ചേച്ചി വന്നപ്പോ ചേച്ചിയെടുത്ത് ഞാൻ പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. ചേച്ചി ഇങ്ങനെ പാടിയതൊക്കെ ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ ഒരു ഡ്രീം പോലെ ഒക്കെ കേട്ടോണ്ടിരുന്നൊരു പാട്ട്. അത് എന്താ പറയാ, ഇത്രയും വലിയൊരു പ്രശസ്തിയിലെത്തിയ ഒരു ഗായിക, ആര് ചോദിച്ചാലും 4 പേര് പാടാൻ തയ്യാറാകുന്ന ഒരു ഗായിക അല്ലെ? ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല. ചേച്ചിക്ക് വേണ്ടി തന്നെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് പാടാം. മഞ്ഞ വീണതറിഞ്ഞില്ല, വീൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലേ നീ വരും നാളുമിന്നീരുന്നു ഞാൻ, ഒന്നു നീ
ജന്മസാഫല്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മല തേൻ കിളി, പൈങ്കിളി മല തേൻ കിളി. വാവ്, സൂപ്പർ. ഒരു വാവ് ഫാക്ട് തന്നെയായിരുന്നു. അത്ര മനോഹരമായ, വീണ്ടും നമുക്കൊരു ചിത്ര ചേച്ചിയുടെ അതേപോലത്തെ ഒരു വോയിസിൽ കേൾക്കാൻ പറ്റിയ വളരെ സന്തോഷം. അങ്ങനെ പറയരുത്, അല്ല, ആരും ഉപമിക്കുന്നതല്ല, എന്നാലും ഇത്ര മനോഹരമായി പാടാനും അത് കേൾക്കാനും കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ഒരു സ്റ്റുഡിയോയിൽ വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത ചിലങ്ക ടീമിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് എന്നെ ഇതിലേക്ക് വിളിച്ചതിൽ. നന്ദി, നമസ്കാരം.